പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ അൽത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, കരുണയോടെ ഞങ്ങളെ നോക്കി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ വലിയ കരുണ ചൊരിയുന്ന നല്ല തമ്പുരാനെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ പൂർണ്ണമായി നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഈ ഒരു മണിക്കൂർ സമയം കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം പീഡകൾ അനുഭവിച്ച് അവാച്യമായ വേദനയോടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച സമയമാണ്. ഈശോയെ, നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു മണിക്കൂറിൽ നിന്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ധ്യാനിക്കുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കത്തില്ല. അവരെല്ലാം കരുണയോടെ ഞാൻ സ്വീകരിക്കും. അവർ വലിയ ഉറപ്പ് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ കാണുന്നുണ്ട്. തന്നെ പോലെ തന്നെ എല്ലാ കൃപാവരങ്ങളും നൽകി സമൃദ്ധമായി അനുഗ്രഹിച്ച് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായിട്ട് സൃഷ്ടിയുടെ മകുടമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം നിത്യജീവൻ അവകാശമാക്കുക. അതായത് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം, നിത്യമായി ജീവിക്കുന്ന ദൈവത്തോടൊപ്പമുള്ള ജീവിതം, അതാണ് അവൻ്റെ പരമമായ ലക്ഷ്യം. ആ ഒരു വലിയ ലക്ഷ്യത്തിൽ നിന്നൊക്കെ മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിത്യജീവൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ലക്ഷ്യത്തെയൊക്കെ മാറ്റി വെച്ചിട്ട് എപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളോടെ ജീവിക്കാം, പ്രകാരം കൂടുതൽ സമ്പത്തുണ്ടാക്കി ധനമോഹത്തിൽ ജീവിക്കാം, ഇതൊക്കെയാണ് ഒത്തിരിയേറെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടും പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. തിമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം ഇപ്രകാരം പറഞ്ഞു: ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഇത് പറയാൻ കാരണം, ഒത്തിരിയേറെ ആളുകൾ ദൈവത്തോട് അടുക്കുന്നത് അതൊരു കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ ധനമോഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എപ്രകാരം കാശുണ്ടാക്കാം അല്ലെങ്കിൽ എപ്രകാരം സമ്പന്നനാകാം, ആ ആഗ്രഹത്തോടു കൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരെ കാണാൻ പറ്റും. പൗലോസ് പറയുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പിന്നീട് പൗലോസ് തുടർന്ന് പറയുന്ന കാര്യം, കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഉണ്ടെങ്കിൽ
അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാനും ഒത്തിരിയേറെ ആവശ്യങ്ങളും അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള വ്യർത്ഥതയിൽ പലപ്പോഴും ജീവിക്കാൻ പോലും മറന്നു പോകുന്ന നിരവധി ആളുകളെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള കാര്യമാണ് വചനം പറയുക. വീണ്ടും പറഞ്ഞു വെക്കുന്നത്, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസം നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. പൗലോസ് ഈ ഒരു കാര്യം ധനമോഹത്തെക്കുറിച്ച് പ്രകാരം പറയാനുള്ള പ്രധാന കാരണം, പലപ്പോഴും ഈ ഒരു തിന്മ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പണത്തിലും സമ്പത്തിലും അതിൻ്റെ സ്വാധീനത്തിലുമൊക്കെ ആശ്രയിക്കാനായിട്ട് നമുക്ക് പ്രലോഭനം തരും. നിരവധി ആളുകളുടെ പ്രശ്നം ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പണം മതി. ഈ ഒരു മനോഭാവം ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് വചനം കൃത്യമായിട്ട് പറഞ്ഞു, ധനമോഹം അത് നമ്മളെ പല തിന്മകളിലേക്ക് പോകും. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തരുന്നത് നമ്മൾ സ്വീകരിക്കുക, അല്ലാതെ അതിനേക്കാൾ ഉപരി ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ധനമോഹം മാത്രം മതി, അല്ലെങ്കിൽ ധനം മതി, സമ്പത്ത് മതി എന്നുള്ളൊരു വലിയ ചിന്തയോടുകൂടി ജീവിക്കാതിരിക്കാനായിട്ട് വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഓടിയകലുക. വീണ്ടും പറഞ്ഞു വെക്കുന്നത്, ഒരു വിശ്വാസി, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അപ്രകാരമായിരിക്കണമെന്നുള്ളത്. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വെക്കും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം ഇതാണ്: സ്നേഹം, വിശ്വാസം, ദൈവഭക്തി, നീതി, സ്ഥിരത, സൗമ്യത, ഇവയൊക്കെ. ഇപ്രകാരം നമ്മൾ ഈ ഒരു മൂല്യങ്ങൾക്ക്, ദൈവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ബോധ്യം ഈ വചനഭാഗം നമുക്ക് തരിക. അതായത് നമ്മൾ വിശ്വാസത്തോടെ തിന്മയുടെ ശക്തികളെ എതിർത്ത് ജീവിക്കാനുള്ള പ്രധാന കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം നിത്യജീവൻ അവകാശമാക്കുക. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നിത്യജീവനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കി ജീവിക്കുവാനായിട്ട്. യഥാർത്ഥ വിശ്വാസം എന്താണ് എന്നുള്ള കാര്യം കൂടി വചനം പറയുന്നു വെക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നത്? എബ്രായർക്ക് ലേഖനം കൃത്യമായിട്ട് പറയുന്നു, കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. പ്രത്യാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി അക്ഷയവും ഒളിമങ്ങാത്തതും മാറ്റമില്ലാത്തതുമായ ഒരു വലിയ സൗഭാഗ്യം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവത്തോടു കൂടെയുള്ള സഹവാസം, അത് സ്വന്തമാക്കാനായിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ പരിശ്രമിക്കണം എന്നുള്ള കാര്യം. അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മറന്നുപോയി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. കരുണയുടെ ഛായാചിത്രത്തിൻ്റെ ഏറ്റവും താഴെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാനാണെങ്കിൽ ശരണപ്പെടുന്നു. കാരണം ഈശോയെ നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് ശരണപ്പെടാൻ പറ്റുക, നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുക. നിന്നിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വലിയ ബോധ്യം നമുക്ക് ലഭിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയിൽ ആശ്രയിക്കാൻ തുടങ്ങും. കാരണം നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കുറുക്കു വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും തിന്മകളെയും പ്രലോഭനങ്ങളെയും മാറ്റി നിർത്തി കർത്താവിൽ പൂർണ്ണമായ ശരണം വെച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ സംതൃപ്തരാകാനായിട്ട് പരിശ്രമിക്കും.
പലപ്പോഴും മറ്റുള്ളവർക്ക് എന്നെക്കാൾ കൂടുതൽ കിട്ടി, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയും അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അവരോട് ചേർന്ന് നന്ദി പറയാനൊക്കെ പരിശ്രമിക്കുമ്പോൾ ആത്മീയമായ അല്ലെങ്കിൽ ഒരു വലിയ വിശ്വാസ വളർച്ച നമ്മളിൽ സംഭവിക്കും. ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. മറ്റുള്ളവരുടെ നന്മയിലും ഉന്നമനത്തിലും നമ്മൾ സന്തോഷിക്കുന്നതിന് പകരമായി അതിൽ അസൂയപ്പെട്ടു. വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം തിമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ ചിന്തയോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, കർത്താവേ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു, നിൻ്റെ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ നിൻ്റെ കരുണയിൽ നിന്നും ഞങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവരെയെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിന് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരനാഥൻ്റെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനായിട്ടുള്ള നിയോഗമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഈശോയെ നിത്യജീവൻ അവകാശമാക്കണമെന്നുള്ള ആ ഒരു വലിയ വിളി പലപ്പോഴും മറന്നുപോയി. അതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങൾക്കും കീഴ്പ്പെട്ടു പോയിട്ട് ഈശോയെ യഥാർത്ഥ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ഞങ്ങളെ ഓരോ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ കൂട്ടുകാരെയും എല്ലാം കർത്താവേ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും നിന്റെ കാരുണ്യം മനസ്സിലായി കാരുണ്യം പ്രകീർത്തിക്കുന്നവരായി മാറട്ടെ. ഈശോയെ ശാരീരികവും മാനസികമായ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അലർജി സംബന്ധമായി കഷ്ടതകൾ അനുഭവിക്കുന്ന മക്കളെയും അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നുള്ള പ്രാർത്ഥനയോടെ താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.